Hey, there it is. There it is. Son of a gun, right down the middle of the road. നമ്മൾ മനുഷ്യർ ഈ പ്രപഞ്ചത്തിൽ ഒറ്റക്കാണോ, അതോ നമുക്കിടയിൽ മറ്റൊരു ലോകത്തു നിന്നുള്ള ജീവികൾ ജീവിക്കുന്നുണ്ടോ? കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരൊറ്റ ചർച്ചയേ ഉള്ളൂ. ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞു. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ അതീവ രഹസ്യമായ UFO ഫയലുകൾ പുറത്തു വന്നെന്നും അതിൽ ഏലിയൻസിൻ്റെ സാന്നിധ്യം വ്യക്തമാണെന്നും വാർത്തകൾ വരുന്നു. പോരാത്തതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഏലിയനുമായി സംസാരിക്കുന്ന ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. ഇതിനൊക്കെ പുറമെയാണ് നിലവിൽ നടക്കുന്ന 2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനിടെ ഏലിയൻസ് വന്ന് പ്രമുഖ കളിക്കാരെ തട്ടിക്കൊണ്ടുപോകുമെന്ന ഞെട്ടിക്കുന്ന പ്രവചനം. എന്താണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ രഹസ്യം? നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും വലിയ ഔദ്യോഗിക ചർച്ചയിലേക്ക് വരാം. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റായ war.gov/UFO അല്ലെങ്കിൽ AARO വെബ്സൈറ്റ് വഴി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ വിവരങ്ങൾ തിരയുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാർ ചരിത്രത്തിലാദ്യമായി അവരുടെ പക്കലുള്ള UFO അല്ലെങ്കിൽ UAP അൺഐഡൻറ്റിഫൈഡ് അനോമലസ് ഫിനോമിന ഫയലുകൾ പൊതുജനങ്ങൾക്കായി പുറത്തുവിട്ടു തുടങ്ങി. പെർസ്യൂ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി വഴി പുറത്തുവന്ന രേഖകളിൽ ആകാശത്തും കടലിലും മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ചില അസാധാരണ വസ്തുക്കൾ സഞ്ചരിച്ചതായി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടിക്കണക്കിന് ആളുകളാണ് ഈ വെബ്സൈറ്റ് സന്ദർശിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഫയലുകളിൽ എവിടെയും അന്യഗ്രഹ ജീവികളെ കണ്ടെത്തി എന്നോ അവർ ഭൂമിയിലുണ്ട് എന്നോ എഴുതിയിട്ടില്ല. ശാസ്ത്രജ്ഞർക്ക് കൃത്യമായി വിശദീകരിക്കാൻ കഴിയാത്ത ആകാശ പ്രതിഭാസങ്ങൾ മാത്രമാണ് ഇവയെന്നാണ് പെൻറ്റഗൺ പറയുന്നത്. അടുത്തതാണ് സോഷ്യൽ മീഡിയയെ ഇളക്കിമറിച്ച ആ ഇൻസ്റ്റഗ്രാം ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. ഡൊണാൾഡ് ട്രംപ് ഒരു അന്യഗ്രഹ ജീവിയെ ചങ്ങലയിൽ കെട്ടി അമേരിക്കൻ മിലിറ്ററി ബേസിലൂടെ നടത്തിക്കൊണ്ടുപോകുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ട്രംപ് ഭരണം ഏലിയൻസിനെ പിടികൂടി എന്ന രീതിയിലാണ് ഇത് പ്രചരിച്ചത്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയാമോ? ഇത് 100% വ്യാജമാണ്. അതായത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുണ്ടാക്കിയ വെറുമൊരു ചിത്രമാണിത്. ഗവൺമെൻറ് UFO ഫയലുകൾ പുറത്തുവിട്ടതിനെ തുടർന്ന് ഇൻ്റർനെറ്റിൽ ഉണ്ടായ വലിയ ചർച്ചകൾക്കിടയിൽ ഒരു തമാശ രൂപേണ ട്രംപ് തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചില AI ചിത്രങ്ങളിൽ ഒന്നാണിത്. ട്രംപ് ബട്ടൺ അമർത്തുന്നതും ബഹിരാകാശത്തെത്തിയിരിക്കുന്നതുമായ മറ്റ് AI ചിത്രങ്ങളും ഇതിനൊപ്പം ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ ട്രംപ് ഏലിയനെ പിടിച്ചിട്ടൊന്നുമില്ല, അതൊരു വോട്ടിംഗ് കാലത്തെ സോഷ്യൽ മീഡിയ സ്റ്റണ്ട് മാത്രമാണ്. ഇനി നമുക്ക് ഏറ്റവും രസകരമായ എന്നാൽ ഫുട്ബോൾ പ്രേമികളെ ആശങ്കപ്പെടുത്തിയ ആ വാർത്തയിലേക്ക് വരാം. നിലവിൽ അമേരിക്കയിലും മെക്സിക്കോയിലുമായി നടക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾക്കിടയിൽ ഏലിയൻസ് ഭൂമിയിലേക്ക് ഇറങ്ങുമെന്നും നെയ്മർ, വിനീഷ്യസ് ജൂനിയർ തുടങ്ങിയ സൂപ്പർ താരങ്ങളെയും ആയിരക്കണക്കിന് ആരാധകരെയും തട്ടിക്കൊണ്ടുപോകുമെന്നും ഏലിയൻ അബ്ഡക്ഷൻ വലിയ രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ബ്രസീലിയൻ പ്രവചകയായ വോ ബഹിയാന ഒരു വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിന് കാരണമായത്. ഇതിനെ തുടർന്ന് ഹൈപ്പർ റിയലിസ്റ്റിക്കായ ഒട്ടനവധി AI വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചു. എന്നാൽ ജൂൺ 24 നടന്ന ബ്രസീൽ സ്കോട്ട്ലാൻഡ് മത്സരത്തിനു ശേഷം ഇവർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിശദീകരണം നൽകി. താൻ അതൊരു ഉറക്കത്തിൽ കണ്ട സ്വപ്നം മാത്രമാണെന്നാണ് പറഞ്ഞതെന്നും അല്ലാതെ ഏലിയൻസ് വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. ഫുട്ബോൾ താരങ്ങളൊക്കെ ഇവിടെ സുരക്ഷിതരായി തന്നെയുണ്ട്. അവസാനമായി ലോകത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളൊക്കെ മനുഷ്യരല്ല, പകരം രൂപം മാറാൻ കഴിയുന്ന റെപ്റ്റീലിയൻസ് അഥവാ ഭീമൻ പല്ലി വർഗത്തിൽപ്പെട്ട ഏലിയൻസ് ആണെന്ന തിയറിയും ഇത് സിംസൺസ് കാർട്ടൂൺ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചതാണെന്ന വീഡിയോയും ഇപ്പോൾ വൈറലാണ്. കാലങ്ങളായി ഇൻ്റർനെറ്റിലൂടെ ഒരു പഴയ കോൺസ്പിറസി തിയറിയാണിത്. സിംസൺസ് കാർട്ടൂൺ എപ്പോഴും അമേരിക്കൻ രാഷ്ട്രീയത്തെ കളിയാക്കാറുണ്ട്. അതിൽ നേതാക്കളെ അന്യഗ്രഹ ജീവികളായി കാണിച്ചതിനെ ചിലർ യഥാർത്ഥ പ്രവചനമായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. ഇതിന് പിന്നിലും യാതൊരുവിധ ശാസ്ത്രീയ തെളിവുകളുമില്ല. അമേരിക്ക UFO ഫയലുകൾ പുറത്തുവിടുന്നു എന്നത് സത്യമാണ്, പക്ഷേ അതിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ട്രംപിൻ്റെ ചിത്രം വെറും AI തമാശയാണ്. ലോകകപ്പിൽ ഏലിയൻ വന്ന് ആരെയും പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്നൊന്നുമില്ല. വിനോദത്തിനും കൗതുകത്തിനും വേണ്ടി ഇത്തരം വാർത്തകൾ കാണാം, പക്ഷേ വിശ്വസിക്കുന്നതിന് മുമ്പ് വസ്തുതകൾ പരിശോധിക്കുക. പ്രപഞ്ചത്തിൽ വേറെ എവിടെയെങ്കിലും ജീവനുണ്ടാകാം, പക്ഷേ അവർ നമ്മുടെ ഫുട്ബോൾ കാണാൻ ഇതുവരെ വന്നിട്ടില്ല.
ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പറയുക. കൂടുതൽ കൗതുകരമായ വാർത്തകൾ സത്യാവസ്ഥ അറിയാൻ ഈ ചാനൽ